സമ്പന്നരിൽ മുൻപന്തിയിലുള്ള വ്യക്തിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ മുകേഷ് അംബാനി. ടെലികോം, റീറ്റെയിൽ, പെട്രോ കെമിക്കൽസ് തുടങ്ങിയ വ്യവസായങ്ങളിൽ കയ്യൊപ്പ് പതിപ്പിച്ച് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ മുകേഷ് അംബാനിക്ക് സാധിച്ചിട്ടുണ്ട്. ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2025 പ്രകാരം 68 വയസ്സുള്ള മുകേഷ് അംബാനിയുടെ ആസ്തി $101 ബില്യൺ ആണ്. 2024 ഫോബ്സ് റിപ്പോർട്ട് അനുസരിച്ച് മുകേഷ് അംബാനിയുടെ മുംബൈയിലെ വീടായ ആന്റലിയ ലോകത്തിലെ ഏറ്റവും ചെലവേറിയതാണ്. അതിന്റെ മൂല്യം ഏകദേശം 2000 മില്യൺ ആണ്. അതായത് ഏകദേശം 16,640 കോടി. റോൾസ് റോയ്സ്, മെഴ്സിഡസ്, ഫെരാരി തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ കാറുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഗാരേജിലെ ഏറ്റവും വിലയേറിയ കാർ ഒരു റോൾസ് റോയ്സ് കള്ളിനൻ ആണ്. ഇത് ബുള്ളറ്റ് പ്രൂഫ് ആണ്. 17 കോടി, ഏകദേശം 170 മില്യൺ വില വരും. ഒരിക്കലൊരു പരിപാടിയിൽ മുകേഷ് അംബാനി പറഞ്ഞത് പണം തനിക്ക് ഒരിക്കലും പ്രധാനമായിരുന്നില്ല എന്നാണ്. പണം ഒരു വിഭവം എന്ന നിലയിൽ കമ്പനിയെ റിസ്ക് എടുക്കാൻ പ്രാപ്തമാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്റെ പോക്കറ്റിൽ പണമോ ക്രെഡിറ്റ് കാർഡുകളോ ഒരിക്കലും കൊണ്ടു നടക്കാറില്ലെന്നാണ് മുകേഷ് അംബാനി പറയുന്നത്. ബില്ലുകൾ അടയ്ക്കാൻ എപ്പോഴും ആരെങ്കിലും തന്റെ അടുത്തുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. തുടക്കം മുതൽ സ്കൂളിലോ കോളേജിലോ അദ്ദേഹം ഒരിക്കലും പണം എടുത്തിട്ടില്ല. സ്വന്തമായി ഒരു ക്രെഡിറ്റ് കാർഡും ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങളോ പൊതുജനങ്ങളോ ഏതെങ്കിലും ലാബലോ പദവിയോ നൽകി തന്നെ ആദരിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും അദ്ദേഹം പറയുന്നു. എവിടെയും പോകുന്നതിന് മുമ്പ് അതിരാവിലെ എഴുന്നേൽക്കുകയും അമ്മയുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നതാണ് തനിക്ക് പ്രിയമെന്നും മുകേഷ് അംബാനി പറഞ്ഞിട്ടുണ്ട്. മുകേഷ് അംബാനിയുടെ ഒരു ദിവസത്തെ വരുമാനം എത്ര രൂപയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അംബാനി എല്ലാ ദിവസവും 1 ലക്ഷം രൂപ വീതം ദാനം ചെയ്യുകയാണെന്നിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ സമ്പത്ത് എത്ര കാലത്തേക്കുണ്ടാകും? കാലം ആവശ്യപ്പെടുന്ന ബിസിനസ്സുകൾ ഒരുപടി മുന്നേ ചെയ്യുന്നതാണ് മുകേഷ് അംബാനിയുടെ രീതി. ഒരു കാലത്ത് പെട്രോ കെമിക്കൽസ് ബിസിനസ്സിൽ മാത്രമായി റിലയൻസ് ഇൻഡസ്ട്രീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഇന്ന് പെട്രോളിയത്തിന് പുറമെ റീറ്റെയിൽ, ടെലികോം, ഫിനാൻസ്, AI ഡാറ്റാ സെന്റർ, പവർ അടക്കം വിവിധ മേഖലകളിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ അംബാനിയുടേതായിട്ടുണ്ട്. ഒരു ദിവസത്തെ മുകേഷ് അംബാനിയുടെ വരുമാനം 163 കോടി രൂപയാണെന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് എല്ലാ ദിവസവും 1 ലക്ഷം രൂപ വീതം അദ്ദേഹം ദാനം ചെയ്യുകയാണെങ്കിൽ അംബാനിയുടെ മുഴുവൻ സമ്പാദ്യവും തീർന്നു പോകാൻ 26,164 വർഷം വേണ്ടിവരും. അംബാനിയും ആഡംബരവും ആസ്തിയുടെ കാര്യത്തിൽ എന്ന പോലെ ആഡംബരത്തിന്റെ കാര്യത്തിലും അംബാനി കുടുംബം മുൻപന്തിയിലാണ്. ലോകത്ത് പല സ്ഥലങ്ങളിലും അംബാനിക്ക് വില കൂടിയ പ്രോപ്പർട്ടികൾ സ്വന്തമായിട്ടുണ്ട്. 100 കണക്കിന് ആഡംബര കാറുകളും നിരവധി സ്വകാര്യ ജെറ്റുകളും ഹെലികോപ്റ്ററുകളും കമാൻഡോകൾ നൽകുന്ന സുരക്ഷയുമെല്ലാം അംബാനിക്കുണ്ട്. അതേസമയം മുകേഷ് അംബാനി, അദ്ദേഹത്തിന്റെ പത്നി നിത അംബാനി എന്നിവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻനിരയിലുണ്ട്. തങ്ങളുടെ സമ്പാദ്യത്തിന്റെ വലിയൊരു പങ്ക് സാമൂഹിക സേവനത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമെല്ലാമായി അംബാനി കുടുംബം നൽകിയിട്ടുണ്ട്. 2024 മകൻ ആനന്ദ് അംബാനിയും രാധിക മർച്ചന്റും വിവാഹിതരായപ്പോൾ അത് വലിയൊരു വാർത്തയായി മാറി. ചടങ്ങുകൾ 6 ദിവസങ്ങളോളം നീണ്ടു. പ്രമുഖ താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, ബിസിനസ് മാഗ്നറ്റുകൾ, ടെക് ടൈക്കണുകൾ എന്നിവരുടെ സാന്നിധ്യം ചടങ്ങുകൾക്ക് ആകർഷണമായിരുന്നു. എന്നാൽ ചെലവ് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ചെറിയൊരു ശതമാനമായിരുന്നു. മുകേഷ് അംബാനിയുടെ സമ്പത്ത്, ബിസിനസ് വിജയം, ആഡംബരം എല്ലാം ആകർഷണീയമാണ്. എന്നാൽ ശ്രദ്ധേയമാകുന്നത് സമൂഹത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകളാണ്. 163 കോടി രൂപ പ്രതിദിന വരുമാനമുള്ള വ്യക്തി ദിവസവും 1 ലക്ഷം രൂപ മാത്രം ദാനം ചെയ്താൽ പോലും സമ്പത്ത് തീരാൻ 26,164 വർഷം വേണമെന്ന് കണക്കാക്കപ്പെടുന്നു. മകനായ ആനന്ദിന്റെ ആഡംബര വിവാഹവും ആന്റലിയയിലെ ജീവിതവും സമ്പത്തിന്റെ വലുപ്പം കാണിക്കുന്നു. എന്നാൽ സമ്പത്തിന്റെ യഥാർത്ഥ മൂല്യം അതിന്റെ ഒരു ഭാഗം സമൂഹത്തിനും നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് തെളിയുന്നത്.